ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫില്ലിങ് കൊണ്ടാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മസാല ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും. ഇനി കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കാണുക. ഇതിലേക്ക് വേവിച്ചിട്ട് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. 2 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. മസാലയ്ക്ക് നല്ലോണം കുരുമുളക് ഉണ്ട്, എന്നാലും നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുരുമുളകും ഉപ്പും എല്ലാം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല കയ്യിലെടുത്തിട്ട് ടൈറ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ബ്രെഡിൻ്റെ പീസില്ലേ, അത് ചെറുതായൊന്ന് കൈനെ കൊണ്ട് പൊട്ടിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എൻ്റെ കറക്റ്റായിട്ട് ടൈറ്റ് കിട്ടീന്. ഇനി ഞാൻ ഒരു കുപ്പിയുടെ അടപ്പില്ലേ, അതെടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഈ ഒരു മസാല വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നല്ലോണം ഷേപ്പ് കിട്ടാനാണ്. പിന്നെ ഓയിൽ എന്തിനാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ മൂടിയിലാക്കുമ്പോൾ പെട്ടെന്ന് അതിന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നിട ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയും ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഞാൻ മുഴുവനായും ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണുക. നമ്മൾ ഈ കട്ട്ലേറ്റ് മുക്കുന്നത് മയോണൈസിലാണ്, മുട്ടയിലല്ല. അപ്പോൾ ഇത് അധികം ടൈറ്റ് ആകാറ് ഈ ഒരു ലൂസ് പരുവത്തിലാണ് വേണ്ടത്. ഞാനത് മയോണൈസിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി, അതാണ് ഇതിൽ കാണാത്തത്. ഇതേപോലെ മുഴുവനായും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഞാൻ നേരത്തെ തന്നെ ചൂടാകാൻ വെച്ചിട്ടുണ്ടേനു. നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട്ലേറ്റ് ഇട്ട് ഫ്രൈ ചെയ്യലാണ്. കട്ട്ലേറ്റ് മുങ്ങാൻ പാകത്തിനൊന്നും ഞാൻ ഓയിൽ എടുത്തിട്ടില്ല, പകുതി മുങ്ങുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ കട്ട്ലേറ്റെല്ലാം ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഫ്ലെയിമെല്ലാം കുറച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ, മറിച്ചിട്ട് കൊടുക്കലാണ്. പിന്നെ കട്ട്ലേറ്റ് പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം ഒപ്പരിട്ട് പൊരിച്ചെടുക്കാൻ നിൽക്കാറ്, കുറച്ച് കുറച്ചായിട്ട് പൊരിച്ചിട്ടെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.